Assalamualaikum. Hi friends. Welcome to Delicious Recipes Hut. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു കാടമുട്ട റോസ്റ്റ് ആണ്. അപ്പോൾ ശരിക്കും ഇത് ചപ്പാത്തിയുടെ കൂടെ ആയാലും അതുപോലെ തന്നെ പൊറോട്ട, അപ്പം എല്ലാത്തിൻ്റെ കൂടെയും ശരിക്കും നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് പൊട്ടി വരട്ടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട്, പൊടിയായിട്ട് ചേർക്കുന്നുണ്ട്. അത് ഗരം മസാല ഫുള്ള് എടുക്കുന്നില്ല, അത് കാണിക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കഷ്ണം കറുവാപ്പട്ട, പിന്നെ അതുപോലെ ചെറിയൊരു 2 കഷ്ണം ഗ്രാമ്പു. അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1-2 വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ ചെറുതായിട്ട് ചതച്ചതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1-2 തണ്ട് കറിവേപ്പില, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അപ്പോൾ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അപ്പോൾ ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം കൂടെ ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അതൊരു 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ നമ്മൾ 2 പച്ചമുളകും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരിവ് നോക്കിയിട്ട് കുറച്ചും കൂടെ വേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പം ഒരു 2 പച്ചമുളകും പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, അപ്പോൾ ഇത് 3 ചേർക്കുന്നത് കൊണ്ട് തന്നെ ആ എരിവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. അപ്പോൾ കറക്റ്റ് ആ ഒരു നല്ലൊരു ഇത് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗരം മസാലപ്പൊടിയല്ല ഞാൻ ചേർത്തത്, പെരുംജീരകം മാത്രം പൊടിച്ച പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം ഇത്രയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്കൊരു ചെറിയൊരു തക്കാളിയാണ്, ഇത് നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പോൾ ഇത് ചേർത്ത് നല്ലതുപോലെ തക്കാളിയൊക്കെ ശരിക്കും നല്ല ഉടഞ്ഞ് വരണം. അപ്പോൾ അതുപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെക്കാം തക്കാളിയും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ട് ശരിക്കും നല്ല കുഴമ്പ് പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാവണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മതി, ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി, ഒരു ഗ്ലാസ്സിനടുത്ത് വെള്ളം മതി. അപ്പോൾ അത്രയും ചേർത്ത് കൊടുക്കാം.
ഈ ഒരു സമയത്ത് ഉപ്പും ഒക്കെ നോക്കുക, ആവശ്യത്തിന് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കുറവുണ്ട്, അപ്പോൾ അതൊന്ന് ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കാടമുട്ട അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 15 എണ്ണം കാണും, അതിൽ മുകളിലുണ്ട്. അപ്പം അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച്, ഒരുപാട് മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെയും കൂടുതൽ നേരം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.